ബദറുൽ മുനീറിന്റെ ചേലില് ബദറോളി ഒത്തവനാണവൻ. ഹലോ, അസ്സലാമു അലൈക്കും. ഇതൊരു ഒന്നൊന്നര ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ കിട്ടിയൊരു ബിരിയാണിയും കൂടിയാണിത്. അപ്പം അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കറി മസാലപ്പൊടി, ഉപ്പ് ഇത്രയും ഇട്ടുങ്ങാണ്ട് ചിക്കൻ നന്നായിട്ടൊന്ന് മസാല തേച്ച് വെക്കാം. ഈ വീഡിയോക്ക് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ടെന്ന് പറഞ്ഞത് വേറൊന്നുമല്ല, കറക്റ്റ് ഈ ഒരു ബിരിയാണിയുടെ റെസിപ്പിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് എടുത്തൊരു വീഡിയോ അല്ലത്. കാരണം ഈദിന് വെച്ച ബിരിയാണിയാണ്. അപ്പോൾ ഈദിൻ്റെ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്തുന്ന രീതിയിലാണ് ഈ ബിരിയാണിയുടെ വീഡിയോ എടുത്തത്. പക്ഷേ ഈദിനത് വ്ളോഗായിട്ട് ഇടാൻ പറ്റിയില്ല, ഞാൻ ഷോർട്സ് ആയിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഈ ചിക്കനൊക്കെ മസാല തേച്ച് വെക്കുന്നത് തലേ ദിവസമാണ് കേട്ടോ. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ബിരിയാണിയാണിത്. അപ്പോൾ പിന്നെ എന്തായാലും ഇതൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ചിക്കനോടെ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ പച്ചമുളകാണ് കേട്ടോ എരിവിനായിട്ട് കൂട്ടുന്നത്. മുളക് പൊടി നമ്മൾ ഇടണേ ഇല്ല. തക്കാളിയും സവാളയൊക്കെ തലേ ദിവസം തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ചിക്കൻ്റെ മസാല ഉണ്ടാക്കിയെടുക്കുക. അതിന് വേണ്ടിയിട്ട് ചെമ്പടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒഴിച്ചു കൊടുത്തത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. പച്ചമുളക് എപ്പോഴും കുറച്ച് കൂടുതൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്തേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും കൂടെ ഒന്നിച്ചാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള ചോപ്പ് ചെയ്താണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് രണ്ടും കൂടെ ഒന്നിച്ചിട്ട് കൊടുത്തത്. പിന്നെ ഇത്രയും ക്വാണ്ടിറ്റിയിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇടുന്നതാണ് നല്ലത്. രണ്ടും കൂടെ ഒന്നിച്ച് തന്നെ വാടിക്കിട്ടും. ഇതിലെ അളവൊന്നും ഞാൻ പറയുന്നില്ല. ഇത് ഏകദേശം ഞങ്ങളൊരു 10-11 പേർക്ക് ഒന്നിച്ചുണ്ടാക്കിയിട്ടുള്ള ബിരിയാണിയാണിത്. അപ്പോൾ ഇതിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ബിരിയാണിയുടെ മസാലയൊക്കെ എടുക്കണ തക്കാളിയും സവാളയും തന്നെ എടുക്കുക. ഇതിൽ പൊടികളിൽ മാത്രമാണ് കുറച്ച് വ്യത്യാസം വരുന്നത്. അതൊന്ന് വാടി വന്നതിന് ശേഷം പൊടികളായിട്ട് ഇവിടെ മഞ്ഞൾപ്പൊടി, കറി മസാലപ്പൊടി, കുരുമുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. കറി മസാലപ്പൊടി മഞ്ഞൾപ്പൊടിയാണ് മുന്നിൽ നിൽക്കുന്നത്. കുരുമുളക് പൊടി എരിവിന് ആവശ്യത്തിന് ഇട്ടാൽ മതി. കാരണം ഓൾറെഡി നമ്മൾ പച്ചമുളക് കൂടുതൽ ഇട്ടിട്ടുണ്ട്. പൊടികളുടെ പച്ചമണം ഒന്ന് മാറി വരുന്ന സമയത്ത് നല്ല കട്ട തൈര്, പുളി ഇല്ലാത്തതാവാൻ ശ്രദ്ധിക്കുക. അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഉപ്പ് നോക്കാം. പോരാന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. എന്തായാലും കുറവുണ്ടാവും. നേരത്തെ സവാള വാടാനുള്ള ഉപ്പേ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉപ്പും കൂടെ ഇട്ടിട്ട് അതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. മസാല റെഡി ആയതിന് ശേഷം നേരത്തെ മസാല തേച്ച് വെച്ചിരിക്കുന്ന ആ ചിക്കൻ ഇല്ലേ, അതും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ തലേ ദിവസം തന്നെ ചിക്കൻ മസാല വെച്ച് വെക്കുക. അതെല്ലാം നമ്മൾ കുറച്ച് പേർക്ക് വീട്ടിൽ അന്നാന്ന് ഉണ്ടാക്കുന്നതാണെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും ഈ രീതിയിൽ മസാല തേച്ച് ചിക്കൻ മാറ്റി വെക്കണം കേട്ടോ. ഇനി ആ ചിക്കനും മസാലയും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അടച്ച് വെച്ച് വേവിക്കുക. ഇടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അടി പിടിക്കും. പൊരിച്ച് ബിരിയാണി വെക്കുന്നതിനേക്കാളും ഒരുപാട് വ്യത്യാസമുണ്ട്, ഒരുപാട് ടേസ്റ്റും ഉണ്ട് കേട്ടോ ഇങ്ങനെ ബിരിയാണി വെക്കുമ്പോൾ. ചിക്കൻ വേവണതിനനുസരിച്ച് ഒരുപാട് കുത്തി ഇളക്കാണ്ടിരിക്കുക. അപ്പോൾ ചിലപ്പോൾ ചിക്കൻ പൊടിഞ്ഞു പോകും. ഇതുപോലെ അടച്ച് വെച്ച് വേവിക്കുക. ഇടയ്ക്കൊന്ന് എടുത്തുങ്ങാനിട്ട് ഇളക്കി കൊടുക്കുക. ചിക്കൻ ഏകദേശം 3/4 ഭാഗം വേവായി കഴിയുമ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയിലല്ലേ, അത് അതിൻ്റെ മുകളിൽ കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ അടച്ച് വെച്ച് വേവിക്കുക. കുറച്ച് നേരം അടച്ചു വയ്ക്കുമ്പോഴത്തേനും മല്ലിയിലൊക്കെ അതിനകത്തേക്ക് അലിഞ്ഞ് ചേർന്നിട്ടുണ്ടാവും. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇച്ചിരി നേരം കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ചെമ്പോടെ നിന്ന് മാറ്റാം. ഇനി ചോറിനുള്ള വെള്ളം വെച്ച് കൊടുക്കുക. ആ വെള്ളത്തിലേക്ക് കറുവപ്പട്ട, കറുവല, തക്കോലം, ഗ്രാമ്പു, കുരുമുളക്, ജീരകം ഇങ്ങനെയുള്ള സ്പൈസസുകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് അരി ഇട്ട് കൊടുക്കാം. ദമ്മിടാനുള്ള ബാക്കി സംഭവങ്ങളൊക്കെ ഇവിടെ റെഡി ആക്കുന്നുണ്ട്. ഒരു പാത്രത്തിലേക്ക് എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. യെല്ലോ കളർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളമായാലും കുഴപ്പമില്ല കേട്ടോ. അതിന് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. മല്ലിച്ചപ്പും പുതിന അരിഞ്ഞതും അതുപോലെ തന്നെ സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി വറുത്തതൊക്കെ അവിടെ സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെരുന്നാളിൻ്റെ ഒരു വ്ളോഗ് ആയതുകൊണ്ട് തന്നെ ബിരിയാണിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് എടുത്തൊരു വീഡിയോ അല്ല. അതുകൊണ്ടാണ് അരി ഇടുന്നതും അതുപോലെ തന്നെ നമ്മുടെ സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും വറക്കുന്നതൊന്നും കാണിക്കാണ്ടിരുന്നത്. ചോറ് വെന്തതിന് ശേഷം എന്താ ഇവിടെ ദമ്മിട്ടുകൊണ്ടിരിക്കുന്നത്. ദമ്മിടുന്ന ലാസ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ കാണിക്കുന്നത്. ഇറച്ചിയുടെ മസാലയുടെ മുകളിലേക്ക് ഇതുപോലെ ചോറ് ഊറ്റി ഇട്ട് കൊടുക്കും. എന്നിട്ട് ഈ രീതിയിൽ ദമ്മിട്ട് പോരും. ഇത് ലാസ്റ്റത്തെ ലെയറാണ് കേട്ടോ. നമ്മളാക്കി വെച്ചിട്ടുള്ള ഫുഡ് കളറും എസൻസും ഒക്കെ മിക്സ് ചെയ്തത് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കുറച്ച് നെയ്യ് അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയും വറുത്തതില്ലേ, അതും കൂടെ അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക.
മല്ലിയിലയും പുതിനയിലയും കൂടെ അരിഞ്ഞു വെച്ചതും അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. നാട്ടിലത്തെ പോലെ നമുക്ക് കനലൊക്കെ ഇട്ട് ദമ്മിടാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇങ്ങനെയാണ് ദമ്മിടുന്നത്. ഒരു ഫോയിൽ പേപ്പർ വെച്ച് മൊത്തം ഒന്ന് കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് മൂടി വെച്ച് കൊടുക്കും. പിന്നില്ലേ ദമ്മ് പൊട്ടിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ഇതിനകത്ത്. പക്ഷേ ഇറച്ചിയും ചോറും ഒക്കെ പാടെ മിക്സ് ചെയ്യുന്നതൊന്നും അങ്ങനെ ഇല്ല കേട്ടോ. ഈ രീതിയിൽ എന്തായാലും നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കി നോക്കി. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ സ്റ്റെപ്പ്. ലാസ്റ്റ് നമ്മൾ കഴിക്കുന്ന നേരത്തെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് സെർവ് ചെയ്തെടുക്കുക, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ അതായത് മൂടി വെച്ചിങ്ങായിട്ട് നമുക്ക് നേരെ ദമ്മിന് വെക്കണം. ഇത് നേരെ എടുത്ത് അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അതിൻ്റെ മൂടിയുടെ മുകളിലായിട്ട് വെയിറ്റിന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഭയങ്കര ലോ ഫ്ലെയിമിൽ ഏകദേശം ഒരു അരമണിക്കൂർ, ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 25 മിനിറ്റ് എങ്കിലും ദമ്മിന് വെക്കാം. നമ്മൾ വെച്ച ആ വെയിറ്റ് പോരാന്ന് തോന്നിയോണ്ട് തന്നെ ആ ഒരു പാത്രമാണ് കേട്ടോ വെള്ളം നിറച്ച് കയറ്റി വെച്ച് കൊടുത്തിട്ടുള്ളത്. ആ പാത്രം ഫുള്ളല്ല, പകുതി ആ പാത്രം വെള്ളം നിറച്ച് കയറ്റി വെച്ചിട്ടുണ്ട്. ചോറ് വിളമ്പണത് ഇത്രയും ഭാഗം തന്നെ കിട്ടിയിട്ടുള്ളൂ. ബാക്കി വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഒരുപാട് ആൾക്കാരുടെ നല്ല അഭിപ്രായം കിട്ടിയ ബിരിയാണിന് ഇത് ഉണ്ടാക്കി നോക്കണോണ്ട് നിങ്ങൾക്ക് നഷ്ടമൊന്നും വരില്ല. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ. പിന്നെ ഇതിലൊരു കച്ചമ്പറും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഒന്നുമില്ല, നമ്മുടെ റെഡ് ക്യാബേജ് ഇല്ല, അതൊന്ന് ചോപ്പ് ചെയ്തെടുക്കുക, സവാളയും ചോപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് തൈര് ഒഴിച്ച് കൊടുക്കുക, ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊരു വെറൈറ്റി കച്ചമ്പറാണ്. നമ്മുടെ ഈ ബിരിയാണിക്കൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അത്. അപ്പോൾ നമ്മുടെ ഈ ബിരിയാണിയും അതുപോലെ തന്നെ ഈ കച്ചമ്പറും നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.